ഈ വരുന്ന ശനിയാഴ്ച ജൂലൈ മാസം 25-ാം തീയതി വൈകുന്നേരം 7:30 മുതൽ രാവിലെ 12:30 വരെ നമുക്കൊരു നൈറ്റ് വിജിൽ ഇവിടെ പാമ്പാടിയിലെ ഗുഡ് ന്യൂസ് ധ്യാനേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ്. ജാഗരണ രാത്രി വൈകിട്ട് 7:30 മുതൽ 12:30 വരെ. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, രാത്രിയിലിരുന്ന് ഈശോയെ ആരാധിക്കാം. പ്രിയപ്പെട്ട സൗരങ്ങളെ, ഇന്ന് രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു 7 കാര്യങ്ങൾ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് ആഗ്രഹമില്ലേ നല്ല വിശുദ്ധിയിലൊക്കെ ജീവിക്കണമെന്ന്. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തൊക്കെ ഒഴിവാക്കി നല്ല പുണ്യപ്പെട്ടവരായി വിശുദ്ധരായിട്ടൊക്കെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വിശുദ്ധ വചനങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞു തരും കർത്താവിന് ഈ കാര്യങ്ങൾ ഇഷ്ടമില്ല, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അത് ഏതൊക്കെയാണ്? പഴയ നിയമത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം എടുക്കാം. 6-ാമത്തെ അധ്യായം അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരും കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-ാമത് ഒന്നുകൂടി അവിടുന്ന് വളരെ മോശമായിട്ട് കാണുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്കിതൊന്ന് പരിശോധിക്കണം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഈ 7 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. നമുക്ക് ആ വചനഭാഗം എടുക്കാം. സുഭാഷിതങ്ങൾ 6 അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് അതിങ്ങനെ വായിക്കാം. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-മതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. സോ 7 തിങ്സ്, കർത്താവിന് ഇഷ്ടമില്ലാത്ത 7 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഗർവ് കലർന്ന കണ്ണ്. ഗർവ് കലർന്ന കണ്ണെന്ന് വെച്ചാൽ എന്താ? ഭയങ്കര അഹങ്കാരം, മറ്റുള്ളവരെയൊക്കെ ഭയങ്കര പുച്ഛത്തോടു കൂടി കാണുന്നു. ഞാൻ മാത്രമേ കൊള്ളത്തുള്ളൂ, ബാക്കിയുള്ളവർ അത്ര മിടുക്കന്മാരും മിടുക്കികളൊന്നും അല്ല എന്നൊക്കെയുള്ളൊരു പുച്ഛഭാവം, ഗർവ് കലർന്ന കണ്ണ് ഉണ്ടെങ്കിൽ പരിശോധിക്കണം, അത് മാറ്റണം. കണ്ണ് പരിശോധിക്കാനല്ല, അങ്ങനെ ഒരു ഗർവ് കലർന്ന കണ്ണ്, അഹങ്കാരം എൻ്റെ ഉള്ളിലുണ്ടോ ഒന്ന് പരിശോധിക്കുക. രണ്ടാമത്തെ കാര്യം, വ്യാജം പറയുന്ന നാവ്, ചുമ്മാ നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നല്ലതല്ല, അത് മാറ്റിയെടുക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ കാര്യം, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ. ഈശോ തന്നെ നമ്മളോട് പറഞ്ഞില്ലേ, കോപിക്കരുത്, കോപിക്കുന്നവൻ കൊലപാതകയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അനാവശ്യമായിട്ട് കോപിക്കുന്നുണ്ടാകാം. മറ്റുള്ളവരുടെ പേര് നശിപ്പിക്കുന്ന രീതിയിൽ വാളിനേക്കാൾ മൂർച്ചയേറിയ നമ്മുടെ നാവ് കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടാകാം. ഇതൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. ഈശോയെ, ഞാനിങ്ങനെ മറ്റുള്ളവരെ, നിഷ്കളങ്കരെ, പാവപ്പെട്ടവരെ അവർക്ക് അനീതി ചെയ്യുകയും അവരെ വിഷമിപ്പിക്കുകയും അവരെ സങ്കടപ്പെടുത്തുകയൊക്കെ എൻ്റെ വാക്കുകളിലൂടെയൊക്കെ ചെയ്യുന്നുണ്ടോ? അതൊന്ന് പരിശോധിക്കുക. നിഷ്കളങ്ക രക്തം ചൊരിയുന്ന കൈ. നാലാമത്തത്, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം. എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരെക്കുറിച്ച് മോശം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും മനസ്സിൽ അവരെക്കുറിച്ച് കുറ്റം പറച്ചിൽ. അത് മനസ്സിൽ മാത്രമല്ല, ചിലപ്പോൾ മറ്റുള്ളവരോട് അത് പറയുകയും ചെയ്യും. നമ്മുടെ കൂടെ ഇല്ലാത്ത, നമ്മൾ രണ്ടുപേരോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവിടെ ഇല്ലാത്ത മൂന്നാമത്തെ ആളെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ശീലം വളരെ മോശമല്ലേ? നമ്മളെക്കുറിച്ച് ആരെങ്കിലും അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമല്ലേ? ഇപ്പം മൂന്നാമത് ഒരാളെക്കുറിച്ച് മോശമായുള്ളത് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ പരിശോധിക്കണം. അടുത്തൊരു കാര്യം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ. എന്നുവെച്ചാൽ ഒരു പ്രലോഭനം വന്നു, ഓടിപ്പോയി അങ്ങ് ചെയ്യുവാണ്. ഒരു കൺട്രോളും ഇല്ല, ഒരു വിൽ പവറോടുകൂടി, ഇല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത് വേണ്ടാന്നൊന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കുന്നില്ല. ഒരു പ്രലോഭനം വന്നു, ഓടിപ്പോവാൻ. ചിലപ്പോൾ ഇത് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു, ഓടിപ്പോവാൻ. ഇപ്പം നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളോടുള്ള കൊതി കാണും, ഇഷ്ടം കാണും, പെട്ടെന്ന് ഇത് കണ്ടു, അപ്പോൾ ഓടി അത് പോയി മേടിക്കണം. ചിലപ്പോൾ നമുക്ക് ഒരു ആവശ്യം ഉണ്ടാവില്ല. ഒരു പുതിയ പരസ്യം കണ്ടു ഒരു സാധനത്തെക്കുറിച്ച്, ഒരാവശ്യമില്ല, നമുക്ക് ചിലപ്പോൾ ഒരു 100 തുണി ഉണ്ടാവും, അതേണ്ട പുതിയൊരു ഉടുപ്പിൻ്റെ പരസ്യം വന്നു, ഓടിപ്പോയി ഇത് മേടിക്കുകയാണ്. അത് ഉടുപ്പ് മേടിക്കുന്നത് തിന്മയാന്നല്ല, ചിലത് നമുക്ക് വേണ്ടാന്ന് വെക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ആകർഷണം വന്നു, ഓടിപ്പോയത് ചെയ്യാതെ ഒന്ന് പ്രാർത്ഥിച്ച് ശാന്തമായിട്ടിരിക്കുക. തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, പ്രത്യേകിച്ച് പ്രലോഭനങ്ങളിലേക്ക് പിന്നെയും പോകുന്ന ഒരു രീതി ഉണ്ടോ? അടുത്തൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി. കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, ചിലത് ആണയിട്ട് പറയുന്നു, ചിലപ്പോൾ നമ്മളൊരു നുണ പറഞ്ഞു, അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ, അതിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി ഒരു 100 കള്ളസാക്ഷിയും നുണകളും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ചിലരുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിരിക്കാൻ, ചിലർ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വെറുതെ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തൊരു മോശപ്പെട്ട കാര്യമാണ്. അത് മാറ്റിയെടുക്കുക. അവസാനത്ത് ഇങ്ങനെയാണ്, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. എന്നുവെച്ചാൽ രണ്ടുപേരും നല്ല സ്നേഹത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ഇടയ്ക്ക് പോയിട്ട് നമ്മളിങ്ങനെ പാര വെച്ച് കൊടുക്കുന്നു. അങ്ങനത്തെ സ്വഭാവമൊക്കെ നല്ലതാണോ? ഒരിക്കലും അല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ 7 കാര്യങ്ങൾ കർത്താവിന് ഇഷ്ടമില്ല എന്ന് പറയുമ്പോഴേ, വചനമൊക്കെ വായിക്കുമ്പം പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ വായനയിൽ ഇത് അവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അവൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇത് ഇവനെക്കുറിച്ചാണല്ലോ ഇവളെക്കുറിച്ചാണല്ലോ എന്നൊക്കെയുള്ള ചിന്ത വരും. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്തിനറിയോ? ഈ വചനം അവരെ തിരുത്താനോ അപ്പുറത്തിരിക്കുന്നവരെ തിരുത്താനോ അല്ല, ഇത് എന്നെ തിരുത്താൻ വേണ്ടി എൻ്റെ ഈശോ എന്നോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ 7 കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടോ പരിശോധിക്കണം. എന്നിട്ട് അതിന് മാപ്പ് ചോദിക്കണം. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ, ഇനി അടുത്ത കുമ്പസാരം നിങ്ങൾ നടത്തുന്ന സമയത്ത് ഈ 7 കാര്യങ്ങളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരുങ്ങി, തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കുമ്പസാരിക്കുക. വലിയൊരു വിടുതൽ ഈശോ നമുക്ക് തരും. പ്രത്യേകിച്ച് നമ്മുടെ സ്വഭാവം നന്നാവും, നമ്മൾക്ക് കുറേയും കൂടെ ആളുകളെ സ്നേഹിക്കാൻ പറ്റും, നമുക്ക് കുറേയും കൂടെ സത്യസന്ധരായിട്ടിരിക്കാൻ പറ്റും.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ വലിയൊരു സമാധാനം നിറയും. ആരോടും ദേഷ്യമില്ല, സങ്കടമില്ല, ആരെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുന്നില്ല, നുണ പറയുന്നില്ല, ഇനി ആ നുണയനായിരിക്കാൻ വേണ്ടി വേറെ കള്ളസാക്ഷി പറയുന്നില്ല, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പോഴും ചാടി ചാടി അതിനകത്തോട്ട് വീഴുന്നില്ല. എന്തൊരു സമാധാനം നിറഞ്ഞ ജീവിതമായിരിക്കും അത്. അപ്പോൾ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സൗരങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ഈശോ ഈ 7 കാര്യങ്ങൾ എന്നിൽ നിന്ന് മാറിക്കിട്ടണം, അതിലൂടെ കൃപ എനിക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. അടുത്ത ശനിയാഴ്ചത്തെ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ മറക്കരുത്. മാക്സിമം ആളുകളോട് അതിനെക്കുറിച്ച് പറയുക, ഈ ശുശ്രൂഷയുടെ സ്നേഹത്തോടെ പങ്കുചേരുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.